അദ്ധ്യായം 12 ഉപബോധ മനസ്സ് കണ്ണികൾ സമ്പത്തിലേക്കുള്ള 11ാമത്തെ ചുവട്. ബോധമനസ്സിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എത്തിക്കുന്ന ചിന്താശകലങ്ങളെയെല്ലാം തരംതിരിച്ച് രേഖപ്പെടുത്തി ശേഖരിച്ചു വരുന്ന പ്രജ്ഞയുടെ പ്രവർത്തന തലമാണ് ഉപബോധ മനസ്സിലുള്ളത്. ഒരു ഫയലിംഗ് ക്യാബിനറ്റിൽ നിന്നും കത്തുകൾ എടുക്കാവുന്നത് പോലെ ഇവിടെ നിന്ന് ചിന്തകളെ തിരിച്ച് വിളിക്കാവുന്നതാണ്. പ്രകൃതമേതെന്ന് പരിഗണിക്കാതെ അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എത്തുന്ന മുദ്രകളെ അഥവാ ചിന്തകളെ സ്വീകരിക്കുന്നു. പദ്ധതികളെ, ചിന്തകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇച്ഛയെ അതിൻ്റെ തതുല്യ ഭൗതിക അഥവാ സാമ്പത്തിക സമാനാർത്ഥ പദത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ലക്ഷ്യത്തിനെ നിങ്ങൾക്ക് ഉപബോധ മനസ്സിൽ സ്വേച്ഛയാ പ്രതിഷ്ഠിക്കാവുന്നതാണ്. ഇച്ഛയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനെ പരിഗണിക്കുക. അവിടെ നമ്മൾ 6 ചുവടുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം പദ്ധതികൾ കെട്ടിപ്പടുക്കുകയും അവയെ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മൾ ഒരധ്യായത്തിൽ ചർച്ച ചെയ്തു. അതും പരിഗണിക്കുക. അപ്പോൾ ചിന്തകളുടെ പ്രാധാന്യമെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഉപബോധ മനസ്സ് രാവും പകലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെങ്ങനെ, ഏത് പ്രക്രിയക്കനുസരിച്ച് എന്നൊന്നും മനുഷ്യനറിയില്ല. കരുത്തിനായി ഉപബോധ മനസ്സ് അനന്തമായ ജ്ഞാനത്തെ ആശ്രയിക്കുന്നു. അതുവഴിയാണ് ഉപബോധ മനസ്സ് ഒരുവൻ്റെ ഇച്ഛകളെ അതിൻ്റെ ഭൗതിക സമാന വസ്തുവിലേക്ക് പരിവർത്തിപ്പിക്കുന്നത്. അതിനായി ഉപയോഗിക്കാവുന്ന മാധ്യമങ്ങളെയെല്ലാം ഇവിടെ നിന്ന് ഉപബോധ മനസ്സ് സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്താനാകില്ല. എന്നാൽ സ്വമനസ്സാലെ ഏത് പദ്ധതി വേണമെങ്കിലും, ഏത് ഇച്ഛ വേണമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ അതിൻ്റെ ഭൗതിക രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള ലക്ഷ്യത്തെ വേണമെങ്കിലും അതിന് ബോധപൂർവം ഏൽപ്പിച്ചു കൊടുക്കാനാകും. ആത്മനിർദ്ദേശം വഴി ഉപബോധ മനസ്സിനെ ഉപയോഗിക്കേണ്ടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി വായിക്കുക. മനുഷ്യൻ്റെ നിശ്ചിത മനസ്സും അനന്തമായ ജ്ഞാനവും തമ്മിലുള്ള കണ്ണിയാണ് ഉപബോധ മനസ്സ് എന്നതിൻ്റെ ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അനന്തമായ ജ്ഞാനത്തെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനാകുന്നതിന് സഹായിക്കുന്ന ഒരു മധ്യവർത്തിയാണിത്. മാനസിക പ്രണോദനങ്ങളിൽ മാറ്റം വരുത്തുകയും അവയെ അവയുടെ ആത്മീയ സമാനാർത്ഥ പദങ്ങളിലേക്കെത്തിക്കുകയും ചെയ്യുന്ന രഹസ്യ പ്രക്രിയ ഇതിൽ മാത്രമേ ഉള്ളൂ. ഒരു പ്രാർത്ഥനയെ ഉത്തരം ലഭിക്കാവുന്ന പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള മാധ്യമം ഇതിൽ മാത്രമാണുള്ളത്. ഉപബോധ മനസ്സുമായി ബന്ധപ്പെടുത്തി സൃഷ്ടിപരമായ പ്രയത്നങ്ങൾക്കുള്ള സാധ്യതകൾ വിസ്മയകരവും സൂക്ഷ്മവുമാണ്. അവ ഒരാളെ സംഭ്രമിപ്പിക്കും വിധത്തിൽ പ്രചോദിപ്പിക്കും. ഉപബോധ മനസ്സ് എന്ന വിഷയത്തിൽ ഒരു മനുഷ്യനുള്ള അറിവ് വളരെ പരിമിതവും കുറഞ്ഞ തോതിലുമാണെന്നതിനാലാകണം ഈ വിഷയത്തെക്കുറിച്ച് അപകർഷതാബോധത്തോടെ അല്ലാതെ ഞാൻ സമീപിക്കാറില്ല. മനുഷ്യൻ്റെ ചിന്തിക്കുന്ന മനസ്സും അനന്തമായ ജ്ഞാനവും തമ്മിൽ സംവദിക്കുന്നതിനുള്ള മാധ്യമമാണ് ഉപബോധ മനസ്സ് എന്ന യാഥാർത്ഥ്യം ഒരാളുടെ കാര്യകാരണങ്ങൾ കണ്ടെത്താനുള്ള ചിന്തകളെ ജഡീകരിച്ചിരിക്കുന്നു. ഉപബോധ മനസ്സ് എന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ സ്വീകരിച്ചതിനു ശേഷം ഇച്ഛകളെ അതിൻ്റെ ഭൗതിക സാമ്പത്തിക സമാന വസ്തുക്കളിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിനുള്ള മാധ്യമം എന്ന നിലയിൽ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയതിനു ശേഷം ഇച്ഛ എന്ന അധ്യായത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ പൂർണ്ണ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കും. അതിനോടൊപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇച്ഛ വ്യക്തമാക്കണമെന്നും അത് എഴുതി വെക്കണമെന്നും ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാകും. നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ നിഷ്ഠ എന്തുകൊണ്ട് വേണമെന്നതും നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കെത്താനും അതിനെ സ്വാധീനിക്കാനും വേണ്ട നിപുണതകൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ 13 സിദ്ധാന്തങ്ങൾ. ആദ്യ ശ്രമത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യാനാകുന്നില്ലെങ്കിൽ നിരുത്സാഹപ്പെടരുത്. ശീലം ഒന്നുകൊണ്ട് മാത്രമേ ഉപബോധ മനസ്സിന് സ്വമേധയാ ദിശാബോധം നൽകാനാകൂ എന്ന് ഓർത്തിരിക്കണം. ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിശ്വാസം എന്ന അധ്യായത്തിലുണ്ട്. നിങ്ങൾക്ക് വിശ്വാസത്തിനു മുകളിൽ ആധിപത്യം ലഭിക്കാൻ പോലുമായിട്ടില്ല. ക്ഷമയോടെ ഇരിക്കുക, നിഷ്ഠ വിടാതിരിക്കുക.
വിശ്വാസം, ആത്മനിർദ്ദേശം എന്നീ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല വാക്യങ്ങളും ഇവിടെ ആവർത്തിക്കപ്പെടും. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വമേധയാ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ അതിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും അത് പ്രവർത്തിക്കും. ഇത് സ്വാഭാവികമായും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭയം, ദാരിദ്ര്യം എന്നീ നിങ്ങളുടെ ചിന്തകൾ, അതുപോലെ തന്നെയുള്ള മറ്റ് വിപരീത ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനൊരു ഉത്തേജകമായി പ്രവർത്തിക്കുന്നു എന്നാണത്. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പ്രചോദനങ്ങളെ കീഴ്പ്പെടുത്തി അതിനെ ഭക്ഷിക്കാൻ ആവശ്യമായ കൂടുതൽ അനുയോജ്യമായ ഭക്ഷണം നൽകണം. ഉപബോധ മനസ്സ് മടി പിടിച്ചിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇച്ഛകൾ വിതറുന്നതിന് പരാജയപ്പെട്ടാൽ അത് അതിലേക്കെത്തുന്ന ചിന്തകളെ ഭക്ഷണമാക്കും. അത് നിങ്ങൾ അവയെ അവഗണിക്കുന്നതിനാൽ സംഭവിക്കുന്നതാണ്. ചിന്താപ്രചോദനങ്ങൾ, അവ വിപരീതങ്ങളോ സർഗാത്മകങ്ങളോ ആകട്ടെ, ഉപബോധ മനസ്സിലേക്ക് തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ലൈംഗിക പ്രവർത്തനം എന്ന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4 സ്രോതസ്സുകൾ വഴിയാണിത് സംഭവിക്കുന്നത്. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പല വിധത്തിലുള്ള ചിന്താ പ്രചോദനങ്ങൾ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ചേക്കേറുന്നു. ഇവയിൽ ചിലത് നിഷേധ സ്വഭാവമുള്ളവയാണ്, ചിലത് സർഗാത്മക സ്വഭാവത്തോടു കൂടിയവയും. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നിഷേധ സ്വഭാവമുള്ള വിപരീത ചിന്തകളെ ഉപബോധ മനസ്സിലേക്ക് ചേക്കേറുന്നതിൽ നിന്ന് തടയുക എന്നതാണ്. അതുവഴി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ ഇച്ഛയുടെ സർഗാത്മക പ്രചോദനങ്ങൾ കൊണ്ട് സ്വമേധയാ സ്വാധീനിക്കുകയാണ്. ഇത് നേടിയെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള താഴ് തുറന്നു കിട്ടും. മാത്രമല്ല, പിന്നെ ആ വാതിലിൻ്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ പക്കലാകും. അപ്പോൾ അനാവശ്യമായ ചിന്തകളൊന്നും ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ എത്തുകയില്ല. മനുഷ്യൻ നിർമ്മിച്ചതെല്ലാം തുടങ്ങിയത് ഒരു ചിന്താശകലത്തിൽ നിന്നാണ്. ചിന്തയായി ആദ്യം മനസ്സിലൊതുക്കാത്ത ഒന്നും മനുഷ്യന് സൃഷ്ടിക്കാനാവില്ല. ഭാവനയുടെ സഹായത്താൽ ചിന്താപ്രചോദനങ്ങളെ, ശകലങ്ങളെ പദ്ധതികളാക്കി അടുക്കിയെടുക്കാനാകും. ഭാവന നിയന്ത്രണത്തിലാണെങ്കിൽ പദ്ധതികൾ നിർമ്മിക്കാനോ ഒരാൾ തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന തൊഴിലിൽ വിജയം കൈവരിക്കാനോ സഹായിക്കും. ചിന്താശകലങ്ങൾ, ചിന്തയുടെ പ്രചോദനങ്ങൾ അവയുടെ ഭൗതിക സമാന വസ്തുവിലേക്ക് പരിവർത്തിക്കപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ ഉപബോധ മനസ്സിൽ സ്വമേധയാ സ്ഥാപിക്കുമ്പോൾ അവ ഭാവനയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അവക്കൊപ്പം വിശ്വാസം കൂട്ടിക്കലർത്തേണ്ടതുണ്ട്. പദ്ധതിയിൽ അഥവാ ഉപബോധ മനസ്സിന് സമർപ്പിക്കാനുള്ള ലക്ഷ്യത്തിൽ വിശ്വാസത്തെ കൂട്ടിക്കലർത്തുന്നത് ഭാവന വഴി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രസ്താവങ്ങളിൽ നിന്ന് ഉപബോധ മനസ്സ് ഉപയോഗിക്കണമെങ്കിൽ എല്ലാ സിദ്ധാന്തങ്ങളും ഏകോപിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാനായിട്ടുണ്ടാകും. എല്ല വീലർ വിൽകോക്സ് ഉപബോധ മനസ്സിൻ്റെ കരുത്തിനെക്കുറിച്ചെഴുതിയ കവിത നമുക്ക് വായിക്കാം. വെറുപ്പിനെയോ പ്രണയത്തെയോ പ്രകടമാക്കുന്നതിൽ ഒരു ചിന്തക്ക് എന്ത് ചെയ്യാനാകും എന്ന് പറയാനാകില്ല. ചിന്തകൾ വസ്തുക്കളാണ്. അവയുടെ വിശാല ചിറകുകൾക്ക് സന്ദേശവാഹകരായ പ്രാവുകളേക്കാൾ വേഗമുണ്ട്. അവർ പ്രകൃതി നിയമം പാലിക്കുന്നവരാണ്. ഓരോന്നും അവയുടെ സമാന വസ്തുവിനെ സൃഷ്ടിക്കുന്നവയാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്തിറങ്ങിപ്പോയോ അതിനെ തിരികെ എത്തിക്കാൻ അവ വേഗം വർദ്ധിപ്പിക്കുന്നു. ശ്രീമതി വിൽകോക്സിന് യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യമുണ്ടായി. ഒരാളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ചിന്തകൾ അയാളുടെ ഉപബോധ മനസ്സിൽ വേരാഴ്ത്തി കിടപ്പുണ്ടാകും എന്ന് മനസ്സിലായി. അവിടെ അവ കാന്തശക്തിയായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് പോലെ കിടക്കുന്നു. അതുമൂലം അതിൽ ഉപബോധ മനസ്സ് പ്രഭാവിതമാകുന്നു, സ്വാധീനിക്കപ്പെടുന്നു, അതിൻ്റെ ഭൗതിക സമാന വസ്തുവുമായി രൂപാന്തരപ്പെടുത്തുന്നു. ചിന്തകൾ സത്യമായും വസ്തുക്കൾ തന്നെയാണ്. കാരണം ഏതൊരു ഭൗതിക വസ്തുവിൻ്റെയും തുടക്കം ചിന്തയുടെ ഊർജത്തിൽ നിന്നാണ്.
മനസ്സിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തുന്ന കോണിൽ നിന്നുള്ള പ്രണോദനങ്ങളെക്കാൾ വികാരങ്ങളുമായി മിശ്രിതമായ ചിന്താപ്രണോദനങ്ങളോട് കൂടുതൽ എളുപ്പം സംവേദകത്വമുള്ള ഒന്നാണ് ഉപബോധ മനസ്സ്. വികാരങ്ങളോടെയുള്ള ചിന്തകൾക്ക് മാത്രമേ ഉപബോധ മനസ്സിനെ പ്രവർത്തനക്ഷമമായി സ്വാധീനിക്കാനാകൂ എന്ന ഈ സിദ്ധാന്തത്തെ പിന്തുണക്കാവുന്ന തെളിവുകൾ അനവധിയുണ്ട്. വികാരങ്ങളാണ് മിക്കവാറും ആളുകളെ ഭരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വികാരങ്ങളുമായി കൂട്ടിക്കലർത്തപ്പെട്ട ചിന്താപ്രണോദനങ്ങളോട് ഉപബോധ മനസ്സ് പെട്ടെന്ന് പ്രതികരിക്കുമെന്നും അതിനാൽ പെട്ടെന്ന് സ്വാധീനിക്കപ്പെടുമെന്നുള്ളതും സത്യമാണ്. അതിനാൽ തന്നെ കൂടുതൽ പ്രാധാന്യമുള്ള വികാരങ്ങൾ എന്തൊക്കെയെന്നൊന്ന് പരിചയപ്പെട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സർഗാത്മകങ്ങളായ 7 പ്രധാന വികാരങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രതിലോമ ചിന്തകളാകുന്ന 7 ഇതിലെ പ്രതിലോമ ചിന്തകൾ, വിപരീത നിഷേധ ചിന്തകൾ സ്വയം ചിന്താശകലങ്ങളിലേക്ക് വലിഞ്ഞു കയറുന്നു. അതുവഴി അവ ഉപബോധ മനസ്സിലേക്കും എത്തുന്നു. എന്നാൽ സർഗാത്മക ചിന്തകളെ തൻ്റെ ഉപബോധ മനസ്സിലെത്തണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്ന ചിന്താശകലങ്ങളിലേക്ക് ബലം പ്രയോഗിച്ച് തിരുകിക്കയറ്റണം. ആത്മനിർദ്ദേശം എന്ന സിദ്ധാന്തങ്ങളിലൂടെയാണിത് ചെയ്യേണ്ടത്. ഒരു റൊട്ടിയിൽ ചേർക്കുന്ന ഈസ്റ്റിനോട് നമുക്ക് ഈ വികാരങ്ങളെ അഥവാ ചിന്താപ്രണോദനങ്ങളെ ഉപമിക്കാം. കാരണം അവയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുവഴിയാണ് ചിന്താശകലങ്ങൾ, ചിന്താപ്രണോദനങ്ങൾ അവയുടെ നിഷ്ക്രിയാവസ്ഥ വിട്ട് സക്രിയാവസ്ഥയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ തണുത്ത കാരണങ്ങൾ മാത്രമുള്ള ചിന്താപ്രണോദനങ്ങളെക്കാൾ എളുപ്പത്തിൽ വികാരങ്ങളുമായി കൂട്ടിക്കലർത്തപ്പെട്ടവ എന്തുകൊണ്ട് പെട്ടെന്ന് പ്രവർത്തിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. നിങ്ങൾ ഉപബോധ മനസ്സിൻ്റെ ആന്തരിക ശ്രോതാക്കളെ അഭിസംബോധന ചെയ്യാനും സ്വാധീനിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ്. ധനം വേണമെന്ന നിങ്ങളുടെ ഇച്ഛയെ അതിനു കൈമാറാനാണിത് ചെയ്യുന്നത്. ആ ഇച്ഛയെ പണത്തിൻ്റെ രൂപത്തിൽ പരിവർത്തിപ്പിക്കാനായിട്ടാണിത് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ ആന്തരിക ശ്രോതാക്കളെ എങ്ങനെ സമീപിക്കണം എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ അതിൻ്റെ ഭാഷ സംസാരിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങളുടെ വിളി കേൾക്കില്ല. വികാരങ്ങളുടെ, സഹാനുഭൂതിയുടെ ഭാഷയാണ് അതിന് ഏറ്റവും പഥ്യം. അതിനാൽ നമുക്കാദ്യം സർഗാത്മകമായ 7 വികാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനോടൊപ്പം നിഷേധങ്ങളായ 7 പരിശോധിക്കാം. ഉപബോധ മനസ്സിനു നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതുവഴി സർഗാത്മകങ്ങളെ സ്വീകരിക്കാനും നിഷേധികളെ ഒഴിവാക്കാനുമാകും. സർഗാത്മകമായ 7 വികാരങ്ങൾ: ഇച്ഛ എന്ന വികാരം, വിശ്വാസം എന്ന വികാരം, സ്നേഹം എന്ന വികാരം, കാമം എന്ന വികാരം, ആവേശം എന്ന വികാരം, കാൽപ്പനികത എന്ന വികാരം, പ്രതീക്ഷ എന്ന വികാരം. മറ്റ് സർഗാത്മക വികാരങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും കരുത്തുള്ളത് ഈ 7 സൃഷ്ടിപരമായ പ്രയത്നങ്ങളിൽ ഏറ്റവുമധികം ഉപയോഗിക്കുന്നവയും ഇവയാണ്. ഈ 7 വികാരങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനായാൽ മറ്റ് വികാരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ വിളി കേൾക്കും. ഇവയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ അവയെ നിരന്തരം ഉപയോഗിക്കണം. നിങ്ങളിൽ സർഗാത്മക ചിന്തകൾ നിറച്ച് പണം വേണമെന്ന ചിന്ത വളർത്തുവാൻ സഹായിക്കുന്നതിനുള്ള അതിനെ ലക്ഷ്യം വരുന്ന ഒരു പുസ്തകമാണിപ്പോൾ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിപരീത ചിന്തകൾ, നിഷേധ വികാരങ്ങൾ മനസ്സിൽ നിറച്ചാൽ ഒരാളിൽ പണത്തിനെക്കുറിച്ചുള്ള ചിന്ത വരില്ല. 7 നിഷേധാത്മക വികാരങ്ങൾ ഒഴിവാക്കേണ്ടവ: ഭയം എന്ന വികാരം, അസൂയ എന്ന വികാരം, വെറുപ്പ് എന്ന വികാരം, പ്രതികാരം എന്ന വികാരം, അത്യാർത്തി എന്ന വികാരം, അന്ധവിശ്വാസം എന്ന വികാരം, കോപം എന്ന വികാരം. മനസ്സിൽ ഒരേ സമയം സർഗാത്മക നിഷേധ വികാരങ്ങളും ഒന്നിച്ചുണ്ടാകില്ല. ഇതിലൊന്നിനായിരിക്കും ആ നിമിഷത്തിൽ പ്രബലത. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സ്വാധീനം ചെലുത്തുന്നത് സർഗാത്മക ചിന്തകളാകണം. ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടെ ശീലം എന്ന നിയമം നിങ്ങളുടെ സഹായത്തിനെത്തും. സർഗാത്മക വികാരങ്ങൾ ഉപയോഗിക്കുന്ന ശീലം വളർത്തുക. അങ്ങനെയെങ്കിൽ അവസാനം നിങ്ങളുടെ മനസ്സിൻ്റെ ആധിപത്യം അവ പൂർണ്ണമായി ഏറ്റെടുക്കും. അപ്പോൾ വിപരീത ചിന്തകൾക്ക് അകത്ത് പ്രവേശനമില്ലാതാകും.
ഈ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കാതെ, തുടർച്ചയായി നടപ്പിലാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിന് മേൽ നിയന്ത്രണം ലഭിക്കില്ല. ബോധമനസ്സിൽ ഒരൊറ്റ വിപരീത വികാരമുണ്ടായാൽ അത് തന്നെ ഉപബോധ മനസ്സിൽ നിന്ന് സൃഷ്ടിപരമായ സഹായം ലഭിക്കാനുള്ള സാധ്യതയെ പൂർണ്ണമായും തകർത്തേക്കും. നിങ്ങൾ നിരീക്ഷണപാടവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മിക്കവാറും ആളുകൾ എല്ലാവിധത്തിലും പരാജയപ്പെട്ടതിനു ശേഷമാണ് പ്രാർത്ഥനയിലേക്ക് തിരിയുന്നതെന്ന് കണ്ടിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അവർ ഒരു ആചാരമെന്ന നിലയിൽ അർത്ഥമൊട്ടും മനസ്സിലാക്കാതെ വാക്കുകൾ പ്രാർത്ഥനയായി ഉച്ചരിക്കുകയാകാം. മിക്കവാറും ആളുകൾ മറ്റെല്ലാ വിധത്തിലും പരാജയപ്പെട്ടതിനു ശേഷമാണിങ്ങനെ പ്രാർത്ഥനയിലേക്ക് തിരിയുന്നതെന്നതിനാൽ അവരുടെ മനസ്സിൽ മുഴുക്കെ ഭയവും സംശയവുമാകും. ഇവ ഉപബോധ മനസ്സിന് വളമാകും. ഉപബോധ മനസ്സ് അവയെ അനന്തമായ ജ്ഞാനത്തിനു കൈമാറും. അതുപോലെ തന്നെ ഈ വികാരമാണ് അനന്തമായ ജ്ഞാനത്തിനു ലഭിക്കുന്നതും അനന്തമായ ജ്ഞാനം അവയാണ് പിന്നെ തൻ്റെ പ്രവർത്തന മണ്ഡലമാകുന്നതും. നിങ്ങൾ എന്തിനെങ്കിലുമായി പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ആ പ്രാർത്ഥനയിന്മേൽ അനന്തമായ ജ്ഞാനം ഒരു പ്രവർത്തനവും നടത്തില്ല എന്ന് സംശയിക്കുകയോ ഭയക്കുകയോ ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ ആ പ്രാർത്ഥന വ്യർത്ഥമാക്കും. ചിലപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് സംഭവിക്കാറുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചത് ലഭിക്കുക എന്ന ഒരു അനുഭവം എപ്പോഴെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ, അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന സമയത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നൊന്ന് ഓർത്തെടുക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തം ഒരു വെറും സിദ്ധാന്തമല്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാകും. രാജ്യത്തെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രാർത്ഥനയുടെ ശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങുന്ന കാലം അത് വിദൂരമല്ല. മാത്രമല്ല, അപ്പോൾ പ്രാർത്ഥന എന്നത് ഒരു ശാസ്ത്രരൂപമായി ചുരുങ്ങുകയും ചെയ്യും. ആ സമയം വരുമ്പോൾ മാനുഷകുലം എപ്പോൾ അതിനായി തയ്യാറാകുന്നോ, അത് വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങുന്നോ അപ്പോൾ അതെത്തിച്ചേരും. പിന്നെ ആരും സാർവലൗകികമായ മനസ്സിനെ ഭയത്തോടെ സമീപിക്കുകയില്ല. കാരണം അപ്പോൾ ഭയം എന്ന വികാരമേ ഉണ്ടാകില്ല എന്നത് തന്നെ. അജ്ഞത, അന്ധവിശ്വാസം, തെറ്റായ പാഠ്യങ്ങൾ എന്നിവയും അപ്രത്യക്ഷമായിട്ടുണ്ടാകും. മനുഷ്യൻ അനന്തമായ ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ കുഞ്ഞായി തീർന്നിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ വളരെ അപൂർവം പേരെങ്കിലും ഈ അനുഗ്രഹാവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രവചനം അസ്വാഭാവികവും അതിശയോക്തിപൂർവവുമാണെന്ന് ആരെങ്കിലും കരുതുന്നു എങ്കിൽ അവർ മാനുഷകുലത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കട്ടെ. കേവലം 100 വർഷം മുമ്പ് ഇടിമിന്നൽ ദൈവകോപം കൊണ്ടുണ്ടാകുന്നതാണെന്ന് മനുഷ്യൻ കരുതിയിരുന്നത്. അക്കാലത്ത് അവർ ഇടിമിന്നലിനെ ഭയന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ ഇടിമിന്നലിനെ കടിഞ്ഞാണിട്ടിരിക്കുന്നു. വ്യാവസായിക അവസ്ഥയിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്കതിന് വിശ്വാസത്തിനോട് നന്ദി പറയാം. 100 വർഷങ്ങൾക്ക് മുമ്പ് 2 ഗ്രഹങ്ങൾക്കിടയിലുള്ള സ്ഥലം തീർത്തും ശൂന്യമാണെന്നായിരുന്നു മനുഷ്യൻ കരുതിയിരുന്നത്. തീർത്തും ശൂന്യമായ ഒരു സ്ഥലം. എന്നാൽ ഇപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വിശ്വാസത്തിനു നന്ദി പറയാം. ഗ്രഹങ്ങൾക്കിടയിലുള്ള സ്ഥലം ശൂന്യമെങ്കിലും ജീവനുള്ളതാണെന്ന് നമുക്കറിയാം. ചിന്തയുടെ കമ്പനം കഴിഞ്ഞാൽ ഒരുപക്ഷേ അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ കമ്പനങ്ങൾ അവിടെയാണുണ്ടാകുന്നത് എന്നറിയാം. അതിലുപരി ജീവനുള്ള, തുടിക്കുന്ന ഈ ഊർജമാണ് എല്ലാ വസ്തുക്കളുടെയും അണുക്കളിൽ വ്യാപിക്കുന്നതെന്നും എല്ലായിടങ്ങളിലും നിറയുന്നതെന്നും ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ മറ്റൊരു മനുഷ്യൻ്റെ ബുദ്ധിയുമായി കൂട്ടിയിണക്കുന്നതെന്നും അറിയാം. ഏതൊരു മാനുഷബുദ്ധിയും അനന്തമായ ജ്ഞാനവുമായി ബന്ധപ്പെടുന്നത് ഈ അതേ ഊർജം വഴിയാണെന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ? മനുഷ്യൻ്റെ നിശ്ചിത മനസ്സിനും അനന്തമായ ജ്ഞാനത്തിനും ഇടയിൽ വലിയ ചുമരുകളോ വാതിൽപ്പടികളോ ഒന്നുമില്ല. ഇവ തമ്മിലുള്ള വാർത്താവിനിമയത്തിനാകെ ആവശ്യം ക്ഷമ, വിശ്വാസം, നിഷ്ഠ, മനസ്സിലാക്കൽ, വാർത്താവിനിമയത്തിനുള്ള ആത്മാർത്ഥമായ ഇച്ഛ എന്നിവ മാത്രമാണ്. അതിലുപരി ഈ നീക്കം ഓരോ വ്യക്തിയും സ്വയം ചെയ്യേണ്ടതുമാണ്. കാശുകൊടുത്തുള്ള പ്രാർത്ഥന ഉപയോഗശൂന്യമാണ്. അനന്തമായ ജ്ഞാനം പ്രതിനിധി വഴി ഒന്നും പ്രവർത്തിക്കാറില്ല. നിങ്ങൾക്ക് ഒന്നുകിൽ നേരിട്ട് ചെല്ലാം, അല്ലെങ്കിൽ സംവദിക്കാതിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ വാങ്ങി മരണനിമിഷം വരെ അവയിലെ വരികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കാം. അതുകൊണ്ട് ഒരു ഉപകാരമുണ്ടാകാൻ പോകുന്നില്ല.
അനന്തമായ ജ്ഞാനവുമായി നിങ്ങൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തകൾ പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. അവ നിങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ. അനന്തമായ ജ്ഞാനവുമായി നിങ്ങൾ സംവദിക്കുന്ന മാർഗം ഒരു റേഡിയോയിലൂടെ ശബ്ദകമ്പനങ്ങൾ പുറത്തു വരുന്നതിനു സമാനമാണ്. ഒരു റേഡിയോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ സൂക്ഷ്മാകാശത്തുകൂടെ ശബ്ദത്തെ കടത്തിവിടുക സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അവയുടെ കമ്പനഗതിയിൽ മാറ്റം വരുത്തുകയും മനുഷ്യൻ്റെ കാതുകൾക്ക് കേൾക്കാനാകാത്ത അവസ്ഥയിലേക്ക് ഉയർത്തുകയും ചെയ്യേണ്ടി വരും. ഒരു റേഡിയോ നിലയം മനുഷ്യൻ്റെ സ്വരം പിടിച്ചെടുത്ത് പരിഷ്കരിക്കുന്നു. അതിലെ കമ്പനങ്ങൾ നിലവിലുള്ളതിൻ്റെ ദശലക്ഷം തവണയാക്കി ഉയർത്തുന്നു. ഈ മാർഗത്തിലൂടെ മാത്രമേ ശബ്ദകമ്പനങ്ങളെ സൂക്ഷ്മാകാശത്തിലൂടെ കടത്തിവിടാനാവുകയുള്ളൂ. ഈ പരിവർത്തനം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം സൂക്ഷ്മാകാശം ഈ ഊർജത്തെ പിടിച്ചെടുക്കുന്നു. അവയുടെ പൂർവ്വരൂപം ശബ്ദകമ്പനങ്ങളുടെ രൂപത്തിലായിരുന്നു. എന്നിട്ട് അവയെ ആ കമ്പനങ്ങൾ പിടിച്ചെടുക്കാൻ കഴിവുള്ള സ്റ്റേഷനുകളിൽ എത്തിക്കുന്നു. പിടിച്ചെടുക്കാൻ കഴിവുള്ള ഈ റേഡിയോ സെറ്റുകൾ ആ ഊർജത്തെ തിരികെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലാക്കുന്നു. അങ്ങനെ അത് ശബ്ദമാണെന്ന് തിരിച്ചറിയാവുന്ന സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നു. ഉപബോധ മനസ്സ് ഒരു മധ്യവർത്തിയാണ്. അത് പ്രാർത്ഥനകളെ അനന്തമായ ജ്ഞാനത്തിനു മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. എന്നിട്ട് അതിലെ സന്ദേശം അവതരിപ്പിക്കുന്നു. അവിടെ നിന്നുള്ള മറുപടി വ്യക്തമായ ഒരു പദ്ധതിയുടെയോ ആശയത്തിൻ്റെയോ രൂപത്തിൽ പൂർവ്വകമ്പനത്തിൻ്റെ തോതിൽ പ്രാർത്ഥിച്ചയാളിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ഈ സിദ്ധാന്തം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരാൾ പ്രാർത്ഥനാ പുസ്തകത്തിലെ വാക്യങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം എന്തുകൊണ്ടത് മനുഷ്യമനസ്സും അനന്തമായ ജ്ഞാനവും തമ്മിലുള്ള ഒരു വാർത്താവിനിമയമാകുന്നില്ല എന്ന്, അതിനുള്ള മാധ്യമമാകുന്നില്ല എന്ന് വ്യക്തമാകും. അനന്തമായ ജ്ഞാനത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന എത്തുന്നതിന് മുമ്പ് അത് ഒരുപക്ഷേ അതിൻ്റെ പൂർവ്വചിന്താ കമ്പന രൂപത്തിൽ നിന്ന് ആത്മീയ കമ്പനങ്ങളിലേക്ക് മാറുന്നുണ്ടാകും. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ആത്മീയ രൂപം നൽകുന്ന അറിയപ്പെടുന്ന ഏക മാധ്യമം വിശ്വാസം മാത്രമാണ്. വിശ്വാസവും ഭയവും ഒരിക്കലും ഒന്നിച്ചു പോകില്ല. ഇതിൽ ഒന്നുള്ളിടത്ത് മറ്റേത് ഉണ്ടാകില്ല. താങ്ക് യു.